ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വെണ്ടക്കായും ഒരു എഗ്ഗും വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഏറ്റവും കനം കുറഞ്ഞ രൂപത്തിലാണ് ഇത് കട്ട് ചെയ്തെടുക്കണേ. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കാശ്മീരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് മസാല പിടിപ്പിച്ച വെണ്ടക്ക യൂസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഏകദേശം ഇതൊന്ന് മുരിഞ്ഞ് വരുന്നത് വരേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വെണ്ടയ്ക്കയെ ഇതും കൂടെ ഒരു വേവായി വരണം. അതുവരെ നമുക്കിത് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഏകദേശം മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇതിട്ടിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു എഗ്ഗാണ്. ആ എഗ്ഗ് ഞാനിതിലേക്ക് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചേരുന്നത് വരെ ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് ഇരിക്കുക. പിന്നെ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു ഐറ്റം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റംസാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്.